ഹായ് ഓൾ, വെൽക്കം ടു ലാൻഡ്വൈസ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഒരു എക്സാം സെഷനും കൂടി എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഡിസംബർ 2024 ഇഗ്നു എക്സാംസ് ഇങ്ങോട്ട് എത്തി. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എല്ലാം തന്നെ നല്ല രീതിയിൽ ഓൺഗോയിങ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഇഗ്നു ഫോക്കസ് 3.0 ഇഗ്നു അൾട്ടിമേറ്റ് ഇഗ്നു ചോദ്യ പേപ്പർ, മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസുമായിട്ട് UG എലക്ടീവ് പേപ്പർ ആയിട്ടുള്ള BPAG 171 ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായിട്ടാണ്. അപ്പൊ കഴിഞ്ഞ വർഷങ്ങളിൽ രണ്ട് മൂന്ന് വേർഷൻസ് ആയി, രണ്ട് വേർഷൻസ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റഡ് ആണല്ലോ ഈ അൾട്ടിമേറ്റ് അനാലിസിസ് ഒക്കെ. അപ്പൊ അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രാവശ്യത്തെ അൾട്ടിമേറ്റ് അനാലിസിസ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് സെഷനിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു ഇഗ്നു അൾട്ടിമേറ്റ് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് നടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് മെയിൻലി മുൻ വർഷങ്ങളിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഡെപ്തിൽ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കി, ദെൻ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി, അതൊക്കെ നമ്മൾ എന്താ പറയുക ഗ്രാഫിക്കൽ റിപ്രസെന്റേഷനോട് കൂടിയിട്ട് ഒരു സ്ട്രാറ്റജിക് ടൂൾ എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് മുൻപിൽ പ്രസന്റ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മളൊരു പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ഗൈഡും നമ്മുടെ ഈ പറയുന്ന BPAG 171 ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡിസംബർ 2024 ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതുന്ന ലേണേഴ്സിന് വേണ്ടിയിട്ട് ശരിക്കും ഒരു സ്ട്രാറ്റജിക് ടൂൾ ആണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് സെർവ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സിലബസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഏതാണെന്ന് മനസ്സിലാക്കുകയും അത് എത്രത്തോളം പ്രീവിയസ് ഇയറിൽ നമ്മളോട് ചോദിച്ച് കണ്ടിട്ടുണ്ട്, അത് ഏതൊക്കെ ഷോർട്ട് എസ്സേക്കാണോ ലോങ് എസ്സേക്കാണോ ചോദിച്ച് കണ്ടിട്ടുള്ളത്, ദെൻ അതിന്റെ ആ ഒരു തീംസ് എത്ര പ്രാവശ്യം റെക്കറിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്, ദെൻ ഇതിൽ നിന്നെല്ലാം ലാസ്റ്റ് നമ്മളൊരു മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പ്രെഡിക്റ്റ് ചെയ്തിട്ടും കൂടിയിട്ടുള്ള ഒരു ഗൈഡാണ് നിങ്ങൾക്ക് മുൻപിൽ പ്രസന്റ് ചെയ്യുന്നത്. സോ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക. കൂടുതൽ നമ്മുടെ ആപ്പിനകത്ത് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ് കംപ്ലീറ്റ്ലി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഇനി നോക്കാനായിട്ട് പോകുന്നത് ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ, ഇതിന്റെ ഒരു നമ്മൾ എന്തിനാണ് ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് നടത്തുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ലേണേഴ്സിന് ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഈ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഈ ടോപ്പിക്സിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ്, അതായത് എക്സാമിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും എത്ര പ്രാവശ്യം അതിനെ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര തവണ അത് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര മാർക്കിനാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ളത്, ദെൻ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും, അത് മനസ്സിലാക്കിയിട്ട് ആ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പാസ്സാവുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് നല്ല രീതിയിൽ നമ്മുടെ എക്സാം പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് സംഘടിപ്പിക്കുന്നത് തന്നെ. ദെൻ ഇതിൽ നമ്മൾ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ ഡോക്യുമെന്റ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, ഇതിന്റെ ഇൻട്രോഡക്ഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ്സും അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഡാറ്റ ഈ ഇതിലേക്ക് ഡ്രിവൺ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും, പിന്നെ ഈ ഒരു സബ്ജക്റ്റിന്റെ ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാനും ദെൻ അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ദെൻ അതേപോലെ തന്നെ നമ്മൾ എന്താണ് ഇതിനകത്ത് സിലബസ് കൃത്യമായിട്ട് ബ്ലോക്കുകളായിട്ടും ദെൻ അതിൽ നിന്ന് യൂണിറ്റ്സുകളായിട്ടും എല്ലാം തന്നെ നമ്മൾ എന്താണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ എക്സാമിനും ഏതൊക്കെ ബ്ലോക്കുകളിൽ നിന്നും ഏതൊക്കെ ടോപ്പിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു എക്സാം പാറ്റേൺ അനാലിസിസ് നമ്മൾ വെക്കുന്നുണ്ട്. അതായത് ഒരുപാട് ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്തിയിട്ടാണ് ക്വസ്റ്റ്യന്റെ ഫോർമാറ്റുകളും അതേപോലെ തന്നെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ട്രെൻഡ്സ്, ദെൻ നമുക്ക് ഫോക്കസ്ഡ് ഏരിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഒരു അനാലിസിസിലൂടെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. സോ നമ്മുടെ അനാലിസിസ് എന്ന് പറയുന്നത് ഒരിക്കലും സ്പെക്കുലേഷൻ അല്ല, കൃത്യമായിട്ട് ഡാറ്റാസ് വെച്ചിട്ടുള്ള, അതായത് ഡാറ്റാസ് ഇൻ ദ സെൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഫോം ചെയ്തിട്ടുള്ളത്. ദെൻ അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബ്ലോക്കുകളെയും യൂണിറ്റുകളെയും ടോപ്പിക്സ് ഒക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഹൈ പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസിന് പ്രഡിക്ഷൻ, നമ്മൾ എന്താണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസംബർ 2024 നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു പ്രഡിക്ഷൻ, ആ ഒരു പ്രഡിക്ഷനും നമ്മൾ ഈ ഒരു അനാലിസിസ് ത്രൂ നടത്തുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തരുന്നുണ്ട്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് അപ്കമിങ് എക്സാമിന് വരാൻ സാധ്യതയുള്ള
കൂടിയുള്ളത് നമ്മൾ പറയുന്നുണ്ട്. സോ പ്രോബബ്ലി ഇതിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ നിങ്ങളെ സെഷനിലൊക്കെ നമ്മുടെ കൂടെ ഒപ്പം ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന് തന്നെയാണ് ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളത്. പക്ഷെ എക്സാം നമുക്ക് അത്രയും അങ്ങോട്ട് ഉറപ്പ് പറയാൻ പറ്റില്ലെങ്കിലും ഒരുവിധം നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഏറ്റവും ലാസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു മോഡൽ ആൻസർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ മോഡൽ ആൻസറിന്റെ ഒപ്പം തന്നെ ഇവാലുവേഷൻ ക്രൈറ്റീരിയയും കൂടി കൊടുത്തിട്ടുണ്ട്. എങ്ങനെ നമ്മൾ ആൻസർ എഴുതണം എന്നുള്ളതും കൂടി, അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം എന്നുള്ളത് മോഡൽ ഒരു ആൻസറിനോടൊപ്പം തന്നെ ഇന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് കൃത്യമായിട്ട് നമ്മൾ എക്സാം എഴുതാനും കൂടി ഒരു ഗൈഡാണ് നമുക്ക് ഈ ഒരു ഡോക്യുമെന്റ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഇഗ്നു നമ്മുടെ വാല്യുവേഷൻ അല്ലെങ്കിൽ അക്കാദമിക്സ് എക്സ്പെക്ടേഷൻസിൽ എങ്ങനെ നമ്മൾ ഈ ഒരു ആൻസർ എഴുതാം, വാല്യുവേഷൻ അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ എങ്ങനെ ആൻസേഴ്സ് എഴുതണം എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ദെൻ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിക്ക് ഇത്രയൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ഇതിനൊരു ഡാറ്റ വേണം അല്ലെ. അപ്പൊ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2019 to 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുകയും അതിൽ നിന്നും ഐഡന്റിഫൈ ചെയ്ത് റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്തും കീ ടോപ്പിക്സും മനസ്സിലാക്കി ദെൻ എങ്ങനെയാണ് ട്രെൻഡ്സ് എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരുപാട് മെത്തഡോളജിക്കൽ അപ്രോച്ചിലോട് ശേഷമാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഡോക്യുമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ദെൻ അതേപോലെ തന്നെ ഈ ഒരു പ്രിഡിക്റ്റീവ് അനാലിസിസ് അതേപോലെ മോഡൽ ആൻസേഴ്സിന്റെയും ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയാൽ മാത്രം പോരാ, കൃത്യമായിട്ട് അതിന്റെ ഒരു ഇവാലുവേഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. അതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക. കാരണം ഇപ്പൊ നമ്മൾ കുറെ ഇൻഫർമേഷൻസ് അങ്ങനെ ഇങ്ങനെയൊക്കെ വലിച്ചു വാരി എഴുതി ഒരു ചോദിച്ചൊരു ക്വസ്റ്റിനെ പറ്റി നമുക്ക് ആൻസർ അറിയാം, പക്ഷെ അതിനെപ്പറ്റി നമ്മൾ കുറെ വലിച്ചു വാരി എഴുതിയോണ്ട് കാര്യമില്ല. കൃത്യമായിട്ട് ആൻസറിന് ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇൻട്രൊഡക്ഷനിൽ നിന്ന് പോയിന്റ്സ് വരണം, ദെൻ അതിന്റെ ബോഡി പാർട്ടിൽ നിന്ന് പോയിന്റ്സ് വരണം, ദെൻ അതിന്റെ കൺക്ലൂഷനിൽ നിന്ന് പോയിന്റ്സ് വരണം. സോ അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഒരു ഭംഗിയുള്ള ഒരു ആൻസർ, അതായത് നമ്മുടെ എക്സാമിനേറ്റർ ഈ എന്താ പറയുക വാല്യൂ ചെയ്യുന്ന ആൾക്ക്, വാല്യുവേഷൻ ചെയ്യുന്ന ഒരാൾക്ക് നമ്മുടെ ആൻസർ കാണുമ്പോൾ വാവ് നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ നന്നായിട്ട് ഈ ടോപ്പിക്കിനെ പറ്റി അറിയാം, ആ ഒരു സെൻസ് വരുന്ന രീതിക്ക് നമ്മുടെ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മൾ പഠിക്കുന്നതിന്റെ ഒരു ഇത് നമുക്ക് അവിടെ നമ്മുടെ ആൻസറിൽ കാണാനായിട്ട് പറ്റും. നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തോ അത് അത്രയും ഭംഗിയിൽ പ്രസന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലത്തെ പേപ്പർ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോലത്തെ പേപ്പർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. കാരണം ഒരുപാട് റെലവെന്റ് ഉള്ള ഒരു പേപ്പറാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എന്തായാലും നോക്കിയിരിക്കണം. അതുകൊണ്ടാണ് ഈ പ്രെഡിക്റ്റീവ് അനാലിസിസും അതിന്റെ മോഡൽ ആൻസേഴ്സും ഈ നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് പറയാനായിട്ടുള്ള കാര്യം. ദെൻ നമ്മുടെ സബ്ജക്റ്റിലോട്ട് വരികയാണെങ്കിൽ BPAG 171 എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സിൽ നിങ്ങളുടെ ഒരു എലക്ടീവ് പേപ്പർ ആണ്. അപ്പൊ പഠിക്കുന്ന ഒരു സബ്ജക്റ്റില് ഏറ്റവും കറന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറന്റ് റെലവൻസ് ഉള്ള ഒരു പേപ്പർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പറയാം അല്ലെ. ഈ 2024 ഇതിന്റെ ഒരു വലിയ ഉദാഹരണം കണ്ടിട്ടുള്ളവരും കടന്നു പോയിട്ടുള്ളവരാണ് നമ്മൾ. ഈവൻ നമ്മുടെ കേരളത്തിൽ വയനാടിൽ നടന്നിട്ടുള്ള ആ ഒരു റിപ്പോർട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും അതിന്റെ ഒരു ഭീതി വിട്ടൊഴിഞ്ഞിട്ടില്ല എന്ന് പറയാം അല്ലെ. സോ ഇങ്ങനെയുള്ള സംഭവങ്ങളെ എനിക്ക് മനസ്സിലാക്കാനും എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ് അല്ലെ നമ്മൾ ഈ ഒരു പേപ്പറിൽ നോക്കുന്നത്. ഒരു ഇന്റർ ഡിസിപ്ലിനറി നേച്ചർ ആയിട്ടുള്ള ഈ ഒരു പേപ്പർ ഒരുപാട് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഡയമെൻഷൻസ് മനസ്സിലാക്കുന്നു. അതായത് പോളിസി ഫ്രെയിംവർക്കുകൾ, എങ്ങനെയാണ് ഇതിനൊരു പോളിസി നമ്മൾ ഫ്രെയിം ചെയ്യുക. ഡിസാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന സാധനമൊന്നുമല്ലല്ലോ, പെട്ടെന്ന് വരുന്നതാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് സഡൻ പോളിസീസ് എങ്ങനെ ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റും. ദെൻ റീഹാബിലേഷൻ, ആളുകളെ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് മാറ്റി പാർപ്പിക്കാം. അതേപോലെ തന്നെ ഈ ഒരു പേപ്പറെ നമ്മൾ എംഫസൈസ് ചെയ്യുന്നത് 2005 വന്നിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ ബേസിസിലാണ്. സോ ഇതിൽ എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രതിപാദിച്ചിട്ടുള്ളത്, ദെൻ എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ചിട്ടുള്ള ഇന്ററാക്ഷനും അതേപോലെ തന്നെ നമ്മൾ എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യണം, ദെൻ എങ്ങനെ ഡെവലപ്മെന്റ് ക്ലൈമറ്റിന് വലിയ കോട്ടം വരുത്താത്ത രീതിയിൽ നമ്മൾ കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലെ ക്രൂഷ്യൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടും ഈ ഒരു പേപ്പർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അക്കാദമിക്കൽ എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസോട്
കൂടിയിട്ടാണ് അല്ലെ. അത് ഏറ്റവും ആവശ്യമുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ നമ്മൾ മലയാളികൾ എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു നമ്മൾ കടന്നു പോയിട്ടുള്ള ഈ ഒരു അവസരങ്ങളിലൊക്കെ തന്നെ നമുക്ക് കുറച്ച് വർഷങ്ങളായി നമ്മൾ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്കൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസും കൂടി ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നമ്മുടെ പേപ്പറെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ഇതിന്റെ ഒരു സിലബസ് മാപ്പിംഗ്, അതായത് ബ്ലോക്കുകളിലൂടെയും യൂണിറ്റ്സുകളിലൂടെയും ടോപ്പിക്സുകളിലൂടെയൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഇൻട്രോഡക്ഷൻ ആണ്. അതിൽ യൂണിറ്റ് 1 എന്ന് പറയുന്നത് എന്താണ്? മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസാസ്റ്റേഴ്സ് എന്നുള്ളത്. അപ്പൊ ഈ യൂണിറ്റിലെ ടൈപ്പ് ഓഫ് ഡിസാസ്റ്റേഴ്സ്, ഹസാർഡ്സ്, റിസ്ക്, വൾണറബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്സ് ഒക്കെ തന്നെ ഒരു ഹൈ ഇമ്പോർട്ടന്റ് ലെവൽ, ഫ്രീക്വൻസി ഒരു 10% ഒക്കെ വരുന്ന ടോപ്പിക്കുകളാണ്. ദെൻ ബ്ലോക്ക് 2 ഡിസാസ്റ്റർ മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക്സ് വരുമ്പോൾ അതിന് യൂണിറ്റ് 5 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005, അതിന്റെ പോളിസി, ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ്സ്. അതായത് യൂണിറ്റ് 5 എന്ന് പറയുന്നത് ബ്ലോക്ക് 2ലെ വളരെ ഇമ്പോർട്ടന്റ് ലെവൽ, ഹൈ ഇമ്പോർട്ടന്റ് ലെവലുള്ള ടോപ്പിക് ആണ്. ഒരു 50 ഫ്രീക്വൻസി വരുന്നുണ്ട്. ദെൻ ബ്ലോക്ക് 3 ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അത് വരുന്നത് യൂണിറ്റ് 11 ആണ്. ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെന്റ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെവലപ്മെന്റ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്. രണ്ടും ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള ടോപ്പിക്സ് ആണല്ലോ. നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ ഡിസാസ്റ്റേഴ്സിനെ എങ്ങനെ മീൻസ് വരാതെ ഡെവലപ്മെന്റ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ടോപ്പിക്സ് ഒക്കെയാണ്. അപ്പൊ അതൊരു മീഡിയം ഫ്രീക്വൻസി ആണ്, 12 ആണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 4 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്രോസ് കട്ടിംഗ് ഇഷ്യൂസ് എന്നതിൽ യൂണിറ്റ് 15 ഡിസാസ്റ്റർ മാനേജ്മെന്റ് കേസ് സ്റ്റഡീസ് ആണ് വരുന്നത്. അപ്പൊ ഇതിൽ മേജർ കേസ് സ്റ്റഡീസ് നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു മീഡിയം ഫ്രീക്വൻസി ആണ്, 8 ആണ് ഫ്രീക്വൻസി ഇമ്പോർട്ടൻസ് ലെവൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് തന്നെ നമ്മൾ ഈ ഒരു ബാർ ഡയഗ്രാം ആയിട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ അത് നമ്മൾ നോക്കിയിട്ട് മനസ്സിലാക്കാം. ദെൻ അടുത്തത് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള എക്സാം പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് എന്ന് പറയുന്നത് മെയിൻലി 2 രീതിക്കാണ് വരുന്നത്. എസ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലോങ് ആൻസർ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഡിസ്കസ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് വൾണറബിലിറ്റി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ്, അതായത് നമുക്കൊരു 50 to 20 മാർക്സിന് ആൻസർ ചെയ്യാനുള്ളത് നമുക്ക് വേണം. ഭയങ്കര കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള നോളേജ്, അനലിറ്റിക്കൽ ആയിട്ടുള്ള ഡെപ്ത് നമ്മുടെ ആൻസറിൽ വരണം. അല്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി അത്രയും നോളേജ് ഉണ്ടായിരിക്കണം എസ്സേസ് എഴുതുമ്പോൾ. അത് വളരെ ഭംഗിയിൽ നമുക്ക് എഴുതാൻ പറ്റണം. ഷോർട്ട് നോട്ട്സുകൾ ചോദിക്കാം, ചെറിയ കുഞ്ഞു ടോപ്പിക്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചോദിക്കാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൈറ്റ് എ നോട്ട് ഓൺ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമുക്ക് 2022 ടേം ആൻഡ് എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 10 to 8 മാർക്സിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ അതനുസരിച്ചിട്ട് വേണം അത് ആൻസർ ചെയ്യാനായിട്ട്. അതേപോലെ കേസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ റിയൽ വേൾഡ് എക്സാമ്പിൾസ്, സിനാരിയോസ്, ലൈക്ക് ഒരു തിയറട്ടിക്കൽ നോളേജിന്റെ അപ്പുറത്തേക്ക് നമുക്ക് വരുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്ന എക്സാമിനേഷൻ 2023 വന്നിട്ടുള്ളത് ഉത്തരാഖണ്ഡിലെ ഫ്ലഡ് ആണ് അല്ലെ, 2013 വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ലെസൺസ് ആണ് പഠിച്ചെന്നുള്ള രീതിയിലേക്കാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം എന്താണ് ലൈക്ക് കേരള അല്ലെങ്കിൽ ആ ഒരു ലാൻഡ് സ്ലൈഡിങ്ങിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം, ചുരൽമര, അതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അതൊക്കെ നമ്മുടെ ആൻസറിൽ ഇപ്പോൾ കേസ് സ്റ്റഡി പോലത്തെ സംഭവം വരുമ്പോൾ റെലവെന്റ് ആയിട്ട് ഇനിയിപ്പോ ഈവൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ അത് ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും ഇന്നത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ക്രിട്ടിക്സിൽ നോക്കുകയാണെങ്കിൽ ഈ ലൈക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ലോസിലോ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് അനാലിസിസ് ആണ്, നമ്മുടെ ഭാഗത്ത് നിന്നുള്ള അതിൽ വന്നിട്ടുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിക്കലാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഓഫ് 2005 എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി ഫോക്കസ് ആവശ്യമുണ്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. 2021 ടേം ആൻഡ് എക്സാമിനേഷൻ ചോദിച്ചതാണ്. സോ ഇവിടെ നമ്മൾ കുറച്ചും കൂടി അതിൽ വന്നിട്ടുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുക, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ അപ്ഡേഷൻസ് വേണം എന്നുള്ള സംഭവങ്ങൾ കൊടുക്കുക. ദെൻ ഇനി നമുക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ സജഷൻസ് കൊടുക്കാം, ഇതൊക്കെ നമ്മുടെ ആൻസറിൽ നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. ദെൻ നമുക്ക് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വന്നിട്ടുള്ള ട്രെൻഡ്സ് നോക്കുകയാണെങ്കിൽ ഫ്രീക്വന്റ് ബ്ലോക്കും യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 1 ആണ്. ബ്ലോക്ക് 2 എന്ന് പറയുന്നത് കോൺസെപ്റ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്, അതായത് മോസ്റ്റ് ഫ്രീക്വന്റ്ലി ടെസ്റ്റഡ് ആയിട്ടുള്ളതാണ്. ഏകദേശം 25% ഓഫ് ദ ഓൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ബ്ലോക്ക് 2ൽ നിന്നാണ് എല്ലാ എക്സാംസിനും ചോദിച്ച് ഇതുവരെ കണ്ടിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്.
അത് ഒരു ഫൗണ്ടേഷണൽ കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ കാണുന്നുണ്ട്. ദെൻ ടോപ്പിക് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് SC ക്വസ്റ്റ്യൻസ് ഏകദേശം ബ്ലോക്ക് 2-ൽ നിന്നാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഓഫ് 2025 ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്സ് എന്നുള്ളത്. ദെൻ ബ്ലോക്ക് 4-ലെ ടോപ്പിക്സ് ആണെങ്കിലും കേസ് സ്റ്റഡീസും ഒരു ഷോർട്ട് നോട്ട്സ് എന്നുള്ള രീതിയിലാണ് കൂടുതലായിട്ടും എക്സാംസിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ റീസെന്റ് എക്സാംസ് കുറച്ചും കൂടി ഇത് എന്താ പറയാ അറ്റൻഷൻ ബ്ലോക്ക് 3-ൽ വരുന്നതായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റും ഡെവലപ്മെന്റും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഒക്കെ നമുക്ക് പറയുന്നുണ്ട്. ദെൻ അടുത്തത് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1-ലെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന മാർക്ക് അലോക്കേഷൻ നോക്കുകയാണെങ്കിൽ 20% ആണുള്ളത്. ബ്ലോക്ക് 2 കോൺസെപ്റ്റ്സ് ആൻഡ് ഫ്രെയിംവർക്കിൽ 30% മാർക്ക് അലോക്കേഷൻ നമ്മൾ പ്രീവിയസ് ഇയർ എക്സാംസിൽ കണ്ടിട്ടുണ്ട്. ബ്ലോക്ക് 3 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റിൽ 25%. ദെൻ ബ്ലോക്ക് 4 ക്രോസ് കട്ടിംഗ് ഇഷ്യൂസിൽ അഗെയിൻ 25% ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ SC ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ടിപ്പിക്കലി നമുക്ക് 15 to 20 മാർക്കാണ് കൊടുക്കുന്നത്. അത് ബ്ലോക്ക് 2-ലാണ് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് 8 to 10 മാർക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള എല്ലാ ബ്ലോക്കുകളെയും കവർ ചെയ്യുന്ന രീതിക്കാണ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. കേസ് സ്റ്റഡീസിൽ വരുമ്പോൾ അഗെയിൻ 10 to 50 മാർക്സ് ആണ് വരുന്നത്. അത് ബ്ലോക്ക് 4 ആണ് നമുക്ക് കുറച്ചും കൂടി റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ദെൻ ക്രിട്ടിക്സിൽ വരുമ്പോൾ എന്താണ് ബ്ലോക്ക് 2-ൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 50 മാർക്കിന്റെ എസ്സേസ് തന്നെയാണ് അവിടെയും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ദെൻ ഇനി നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ബ്ലോക്കുകള് യൂണിറ്റുകള് ടോപ്പിക്സ് ഒക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1-ൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂണിറ്റ് 1 മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഡിഫൈൻ വൾണറബിലിറ്റി ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് വേരിയസ് ടൈപ്സ് ആണ്. ഫ്രീക്വൻസി ലെവൽ എന്ന് പറയുന്നത് 4 ആണ്. ദെൻ 10 മാർക്സ് ആണ് അതിന്റെ അലോക്കേഷൻ വന്നിരിക്കുന്നത്. ദെൻ ബ്ലോക്ക് 1-ൽ തന്നെ അഗെയിൻ ഹസാർഡ്സ് റിസ്ക് ആൻഡ് വൾണറബിലിറ്റി ചോദിച്ചിട്ടുണ്ട്. ദെൻ അതിന്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് വിത്ത് എക്സാമ്പിൾസ് ആണ്. 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 10 മാർക്സ് ആണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 2-ല് കോൺസെപ്റ്റ്സ് ആൻഡ് ഫ്രെയിംവർക്സ് ചോദിച്ചിട്ടുണ്ട്. അതിലെ യൂണിറ്റ് 5 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. ദെൻ അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഡിസ്കസ് ദ കീ പ്രൊവിഷൻസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 ആണ്. 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ അതിന്റെ ആവറേജ് മാർക്ക് അലോക്കേഷൻ എന്ന് പറയുന്നത് 15 ആണ്. ദെൻ ബ്ലോക്ക് 3-ലെ ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെന്റ് അതിൽ യൂണിറ്റ് 11 ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള അനലൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെന്റ് 4 ടൈപ്സ് ചോദിച്ചിട്ടുണ്ട്. 15 മാർക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ബ്ലോക്ക് 4-ലെ ക്രോസ് കട്ടിംഗ് ഇഷ്യൂസിൽ യൂണിറ്റ് 13 കമ്മ്യൂണിറ്റി ബേസ്ഡ് മാനേജ്മെന്റ് അതിൽ എക്സ്പ്ലെയിൻ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. 3 തവണ ചോദിച്ചിട്ടുണ്ട്. 10 മാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും മനസ്സിലാക്കിയതിൽ നിന്ന് തന്നെ നമ്മളൊരു ഹൈ ഫ്രീക്വൻസി ഏരിയാസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 5 അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഓഫ് 2005 അതിൽ ഡീറ്റെയിൽഡ് സ്റ്റഡി നമുക്ക് വേണം. അതേപോലെ തന്നെ അത് ഏകദേശം എന്താണ് 5 ടൈംസ് ചോദിച്ചിട്ടുള്ളത് തന്നെ 50 മാർക്സ് വരുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1ഉം 2ഉം ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 11ഉം ദെൻ ബ്ലോക്ക് 4-ലെ യൂണിറ്റ് 13 ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ദെൻ ഈ പറയുന്ന എന്താ ലൈക്ക് ഈ ഫൗണ്ടേഷൻ ടോപ്പിക്സ് ഇതിനെയൊക്കെ തന്നെ നമ്മൾ എന്താണ് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. പിന്നെ ഈ ഒരു പാർട്ടിസിപ്പേഷൻ അപ്ലിക്കേഷൻ ടോപ്പിക്സ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതും വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. മാത്രമല്ല നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 1ഉം തന്നെ എന്താ പ്രയോറിറ്റൈസ് ചെയ്ത് കുറച്ചും കൂടിയും അതിനൊരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് അതായത് എസ്സേസ് ഒക്കെ എഴുതാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അത് പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കുക. ദെൻ ലൈക്ക് മീൻസ് ഈ പറയുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന ജൂൺ 2024-ലെ ഡിസംബർ 2024 ടേം ആൻഡ് എക്സാമിനേഷനിൽ നമുക്ക് നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. അഗെയിൻ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് 1 മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷനിലെ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഹൈ പ്രോബബിലിറ്റി ആണ്. അത് കുറെ പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു ഫൗണ്ടേഷണൽ ടോപ്പിക്സ് ആണ്. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിന്റെ ഫൗണ്ടേഷൻ കിട്ടിയോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ക്വസ്റ്റ്യൻ തരാം. ബ്ലോക്ക് 1-ലെ യൂണിറ്റ് ഇൻട്രൊഡക്ഷനിൽ തന്നെ യൂണിറ്റ് 2 ഹസാർഡ്സ് റിസ്ക് ആൻഡ് വൾണറബിലിറ്റി അതിൽ വൾണറബിലിറ്റി ചോദിക്കാം. ടൈപ്സ് ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ് ചോദിക്കാം. ഹൈ ആണ് കാരണം കുറെ പ്രാവശ്യം എക്സാംസിൽ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്.
Then block 2 concepts and framework unit 5 disaster management policy. Then അതിലെ ടോപ്പിക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഓഫ് 2005. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഹൈ ഫ്രീക്വൻസി ആണ്, കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈവൻ ഈ ഒരു പേപ്പർ ഡിസൈൻ ചെയ്യുന്നത് തന്നെ ഈ ഒരു ആക്ടിന് ശേഷമായിരിക്കാൻ വേണമെങ്കിൽ, അപ്പൊ അതിന്റെ ഒരു റെലവൻസ് എന്ന് പറയുന്നത് വളരെ അധികമാണ്. ദെൻ ബ്ലോക്ക് 3 എന്ന് പറയുന്നത് ഡിസാസ്റ്റർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതാണ്. ഇപ്പോ കറന്റ്ലി സിനാരിയോയില് ഭയങ്കര എന്താ പറയാ ഈ പറയുന്ന രീതിക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് ഇന്റർപ്ലേ എന്ന് പറയുന്നത്. ബ്ലോക്ക് 4 ക്രോസ് കട്ടിംഗ് ഇഷ്യൂസിൽ വരുമ്പോൾ കമ്മ്യൂണിറ്റി ബേസ്ഡ് മാനേജ്മെന്റ് യൂണിറ്റ് 13 ആണ് ഇമ്പോർട്ടന്റ്. കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ചസ് ടോപ്പിക്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു മീഡിയം ചാനൽസ് ആണ് കൂടുതൽ, പക്ഷേ എങ്കിലും പഠിക്കുക. കാരണം കുറച്ചും കൂടി കറന്റ് റെലവൻസ് ഈ ഒരു ടോപ്പിക്കിനുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാം പ്രാവശ്യം നമ്മളോട് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ആ ഒരു ഇതിൽ തന്നെ നമ്മൾ പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് അത് സ്റ്റഡി പ്രയോറിറ്റി ലിസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഹൈ പ്രോബബിലിറ്റി ദെൻ മീഡിയം പ്രോബബിലിറ്റി ടോപ്പിക്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ് ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ആണ്. ദെൻ വൾണറബിലിറ്റി ടൈപ്സ് ആൻഡ് റിസ്ക് ആൻഡ് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ദെൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ദെൻ ഇതിന്റെ ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു പ്രോബബിലിറ്റി ടോപ്പിക്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് ഇന്റർപ്ലേ, കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ചസും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഈ പറയുന്ന ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഷോർട്ട് ആൻസർ ആയിട്ടോ എസ് ഫോർമാറ്റിലോ ചോദിച്ചിട്ടുണ്ട്. വൾണറബിലിറ്റി ആണെങ്കിലും ഭയങ്കര റെലവന്റ് ഉള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഇതും കൺസിസ്റ്റന്റ്ലി എല്ലാ എക്സാംസിലും കണ്ടുവന്നിട്ടുണ്ട്. ദെൻ ഡിസാസ്റ്റർ മാനേജ്മെന്റും ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്ന പോലത്തെ ഒരു ടോപ്പിക്കാണ് ഈ ഒരു പേപ്പറിലെ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇതിൽ കൊടുത്തു പഠിക്കുക. ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെന്റ് അത്ര ഫ്രീക്വന്റ് ആയി ചോദിച്ചിട്ടില്ല, പക്ഷേ റിയൽ വേൾഡ് ഒരു അപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ടും കറന്റ് സിനാരിയോയില് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടും ആ ഒരു ടോപ്പിക് കൂടി നോക്കുക. കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ചും ഒരു എമേർജിംഗ് തീമാണ്. ലൈക്ക് കറന്റ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസാസ്റ്റേഴ്സിൽ നമ്മൾ കണ്ടു വന്നിട്ടുള്ളതാണ് അല്ലെ. കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ചസ് എന്നൊക്കെ പറയുമ്പോൾ ഈവൻ നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ള ആളുകളാണ്, നമ്മൾ അനുഭവിച്ചവരാണ്. അപ്പൊ അതുകൊണ്ട് ആ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഈ ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നമ്മളെ വൈകാരികപരമായിട്ട് കണക്റ്റഡ് ആണ്, ഇമോഷണലി ഒരു കണക്റ്റഡ് ആണ് ഈ ഒരു പേപ്പർ. പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പലതും ഓർമ്മയിൽ വന്നേക്കാം. അതൊക്കെ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഈ പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് BPAG 171 in IGNOU ടേം ആൻഡ് എക്സാമിനേഷൻ 2024 പ്രെഡിക്റ്റീവ് ആണ്. ഇത് തന്നെ വരുന്നത് നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല, പക്ഷെ ഒരുപാട് തവണ നമ്മൾ നമ്മുടെ അനാലിസിസും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് മുൻപ് തെളിയിച്ചത് കൊണ്ട് തന്നെ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് നമുക്കറിയാം. IGNOU എക്സാംസ് ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. മാക്സിമം മാർക്ക് 100 ആണ്. അപ്പൊ ഇതിലൊരു 5 ക്വസ്റ്റ്യൻസ് എങ്കിലും അറ്റംപ്റ്റ് ചെയ്യുക. 400 വേർഡ്സ് ആണ് വരുന്നത്. ദെൻ നമുക്ക് എന്താണ് ഓരോ സെഷൻ എ എന്നും സെഷൻ ബി എന്നും അറ്റ്ലീസ്റ്റ് നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ എങ്കിലും ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു സെഷനിൽ നമുക്ക് 3 എടുക്കാം, ഏതെങ്കിലും ഒരു സെഷനിൽ നമുക്ക് 2 എണ്ണമായിട്ട് എടുക്കാം. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ആൻസർ എന്ന് പറയുന്നത് വളരെ കൺസിസ് ആയിട്ട് എഴുതാം. ദെൻ വേർഡ് ലിമിറ്റ് ഒക്കെ അനുസരിച്ചിട്ട് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ സെഷൻ 1 ചോദിക്കുന്നത് ഡിഫൈൻ വൾണറബിലിറ്റി ആണ്. അപ്പൊ ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വേരിയസ് ടൈപ്സ് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഇലാസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഒരു ഇമ്പാക്ട് ഡിസാസ്റ്റർ റിസ്ക് കാര്യങ്ങൾ എഴുതുക. 20 മാർക്ക് എസ് ആണ് വെച്ചിട്ടുള്ളത്. അടുത്തത് എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് വിത്ത് എക്സാമ്പിൾസ് ആണ്. ലൈക്ക് അതിനെ മാൻമെയ്ഡ് ആയിട്ടും നാച്ചുറൽ ആയിട്ടും കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് എഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഓഫ് 2005 സെർവ് ആസ് എൻ ബൈവിഷ്വൽ ഫ്രെയിംവർക്ക് ഇൻ ഇന്ത്യൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എഫേർട്സ്. ഇത് ഇമ്പോർട്ടൻസ് ഇതിന്റെ ഇന്ത്യൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എഫേർട്സിന്റെ ഇമ്പോർട്ടൻസ് ഈ ഒരു ആക്ട് പ്രകാരം എന്താണ് എന്നുള്ളത് നമ്മൾ എഴുതാനായിട്ടാണ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് വേരിയസ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് ആണ് ആൻഡ് മെഷേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ലൈക്ക് റിസ്ക് റിഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഡിസാസ്റ്റർ വരുമ്പോൾ നമ്മൾ പ്രിപ്പയർ ആയിട്ട് ഇരിക്കേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് 20 മാർക്സിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ അടുത്തത് അനലൈസ് ദ ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്.
അതായത് ലൈക്ക് ഡിസാസ്റ്റർ റിസ്കുകൾ കുറച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഡെവലപ്മെന്റ് കൊണ്ടുവരാം എന്നുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ദ എലമെന്റ്സ് ഓഫ് ഡയമെൻഷൻസ് ഓഫ് ഡാമേജ് അസസ്മെന്റ് ആണ്. റിയൽ വേൾഡ് എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് എഴുതാനായിട്ടാണ് 20 മാർക്സ് വന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ട്രഡീഷണൽ അപ്രോച്ചസും കാര്യങ്ങളൊക്കെ ഓവറായിട്ട്, അപ്പൊ അതും നമ്മൾ നോക്കുക. ദെൻ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിൻ ദ റോൾ ഓഫ് ഇൻഡിജീനിയസ് നോളജ് ഡിസാസ്റ്റർ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മുടെ സൈക്ലോൺസിലും ഫ്ലഡ്സിലും അതേപോലെ തന്നെ തോട്ട്സിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്താണെന്നുള്ളത് അത് നമ്മൾ എന്താണ് നമ്മുടെ കേസ് സ്റ്റഡി അല്ലെങ്കിൽ നമ്മുടെ ക്രിട്ടിക്കൽ സംഭവങ്ങളൊക്കെ നമുക്ക് വെച്ചിട്ട് എഴുതാവുന്ന 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ 8 ക്വസ്റ്റ്യൻസും നമ്മൾ ഓൾറെഡി പറഞ്ഞ ഈ ഹൈലി ഫോക്കസ്ഡ് ഏരിയ ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഇതിലെ 8 ക്വസ്റ്റ്യൻസും അറിയാൻ പറ്റും. പക്ഷെ നമുക്ക് 8 എഴുതിയില്ലെങ്കിലും 5 മാത്രം എഴുതിയാൽ മതി. അപ്പൊ എന്തുകൊണ്ടും തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു പേപ്പർ നമുക്ക് അൾട്ടിമേറ്റ്ലി നമുക്ക് പറഞ്ഞു തരാറായിട്ടുള്ളത്. ദെൻ ഇത് നമുക്ക് എഴുതണമെങ്കിൽ നമുക്ക് ഇതിന്റെ കണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കണ്ടിട്ടുള്ള ലേണേഴ്സ് ആണെങ്കിൽ, കൃത്യമായി നിങ്ങൾ വാനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു മോഡൽ ആൻസർ, ഈ ഒരു ഡോക്യുമെന്റ് വിത്ത് മോഡൽ ആൻസർ നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആപ്പിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതിന്റെ ആൻസേഴ്സും എന്തൊക്കെയാണെന്നും എങ്ങനെയൊക്കെ വേണം നമ്മൾ ഇതിന്റെ ആൻസർ എഴുതാനായിട്ട് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് നല്ല രീതിയിൽ എക്സാം എഴുതുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ആൻഡ് ഈ ഒരു പേപ്പർ വളരെ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബൈ.